തഴവ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ദമ്പതികൾ മത്സര രംഗത്ത്. ബി.ജെ.പി. നേതാവ് വിജു കിളിയന്തറയും സഹധർമ്മിണി ശ്യാമ വിജുവുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തഴവയിലെ എല്ലാ ഗ്രാമനിവാസികൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി തഴവയിൽ 22-ാം വാർഡിൽ എൻ്റെ ഭാര്യയാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ 2-ാം വാർഡിൽ എൻ്റെ പേര് വിജു കിളിയന്തറ, ഞാനാണ് മത്സരിക്കുന്നത്. ഒരു വീട്ടിൽ നിന്നും 2 പേർ, ശ്യാമയും വിജുവും, ഈ മത്സര രംഗത്തേക്ക് എത്തിയത് പാർട്ടിയുടെ വളരെ ദീർഘവീക്ഷണവും തഴവയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പിടിച്ചുയർത്താനും അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ അവരുടെ കരങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ ഭാര്യയും ഭർത്താവും മത്സരിച്ചേ മതിയാവൂ എന്ന പാർട്ടിയുടെ വ്യക്തമായ നിർദ്ദേശവും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ കൂട്ടം ചേർന്നുള്ള അഭിപ്രായവുമാണ് ഞങ്ങൾ ഒരു വീട്ടിൽ നിന്നും 2 പേരും സ്ഥാനാർത്ഥികളായത്. ഞങ്ങൾക്ക് ജനങ്ങളോട് പറയുവാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി തഴവ പഞ്ചായത്ത് ഭരിച്ചാൽ നിരവധി കേന്ദ്ര പദ്ധതികൾ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിന് ജന്മം എടുക്കുന്ന ആ സമയം മുതൽ നമ്മുടെ പ്രധാനമന്ത്രി, ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പദ്ധതികൾ തുടങ്ങുകയാണ്. അംഗനവാടി മുതൽ 5000 രൂപ ആ സമയം മുതൽ കിട്ടുന്നു. അതുപോലെ തന്നെ ആ മനുഷ്യൻ വിദ്യാഭ്യാസ കാലമായിക്കോട്ടെ, അതുപോലെ തന്നെ അതിൻ്റെ വിവാഹമാകുന്ന കാലമായിക്കോട്ടെ, അതിനുശേഷം അതിന് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന കാലമായിക്കോട്ടെ, എന്ത് പറയണം, ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ഭൂമിദാനം ചെയ്യാൻ വരെ 15000 രൂപ, നിലവിൽ 15000 രൂപ ആക്കിയിരിക്കുന്ന ഈ കേന്ദ്ര സർക്കാർ, ഈ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ തഴവ പഞ്ചായത്തും ഭരിക്കണം. എങ്കിൽ മാത്രമേ തഴവയിലെ ഭരണമുരടിപ്പും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്താനും സാധിക്കൂ എന്ന് പാർട്ടിക്ക് കൃത്യമായി മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങൾ രണ്ടും ജനവിധി തേടുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, തഴവയിലെ സംഘപ്രസ്ഥാനങ്ങളിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘത്തിന് വേണ്ടി പൊരുതി മരണപ്പെട്ടു പോയ അവരുടെ ആത്മാവിനും അവർ സ്വർഗത്തിൽ നിന്ന് കാണും തഴവ പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു എന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ പുതിയ യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ അണിയേരുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഏകദേശം 20ഓളം സീറ്റിൽ നമ്മുടെ തഴവ പഞ്ചായത്ത് ഭരിക്കും. തഴവയിലെ പട്ടികശല്യം, നിരവധി ആൾക്കാരെ പട്ടി വീട്ടിൽ കയറി കടിക്കുക, അതിന് ശാശ്വതമായ പരിഹാരം ABC എന്നൊരു പ്രോജക്റ്റ് തഴവ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചാൽ കൊണ്ടുവരും. അതുപോലെ തന്നെ വർഷങ്ങളായി സ്ഥലമെടുത്തിട്ടിരിക്കുന്നു പൊതുശ്മശാനത്തിന്, അവിടെ പൊതുശ്മശാനം ഉദ്ഘാടനം ചെയ്യും. ഇതും ഭാരതീയ ജനതാ പാർട്ടിയാണ് പറയുന്നത്. അതുപോലെ തന്നെ 500 യുവാക്കൾക്ക് തഴവയിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായി നമ്മൾ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരും കേന്ദ്രത്തിൻ്റെ. അതുപോലെ തന്നെ തഴവയിലെ കുട്ടികൾക്ക് സ്പോർട്സ് രംഗത്ത് അവർക്ക് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഒരു ട്രെയിനിങ് സെൻറ്റർ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിൽ ഈ തഴവയിൽ സ്ഥാപിക്കും. അങ്ങനെ നിരവധി നമ്മുടെ നാട്ടിലെ മുടങ്ങിക്കിടക്കുന്ന, വർഷങ്ങളായി മുരടിപ്പിച്ച് കിടക്കുന്ന ഈ പദ്ധതികളെല്ലാം തഴവയിൽ കൊണ്ടുവന്ന് സാധ്യമാക്കുമെന്ന് ഒരു മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിൽ തങ്കത്താമര അടയാളത്തിൽ മത്സരിക്കുന്ന ഞങ്ങൾ പറയുകയാണ്, ഈ തഴവ പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ ഭരിക്കൂ. ഭാരതീയ ജനതാ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കും. അതിന് കക്ഷി, രാഷ്ട്രീയ, ജാതി, മതഭേദമന്യേ നിങ്ങളെല്ലാവരും ഞങ്ങളോട് തണിചേരണം. 22-ാം വാർഡിൽ ജനവിധി തരുന്ന ശ്യാമ വിജു എന്ന എനിക്ക് ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഭരണ തുടർച്ച നൽകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.